ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ആഫ്റ്റർ ലോങ് ടൈം ഞാൻ വീണ്ടും വർക്കിന് ഇറങ്ങുകയാണ്, ഇവൻസിൻ്റെ വർക്കിന്. ഞാൻ ബാംഗ്ലൂരിന് പോയി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 6 months ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വർക്കിന് ഇവൻസിന് കയറാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. എൻ്റെ ചേച്ചിയുടെ കമ്പനിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പോകുന്നത്. ആളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം പറയാം. യെസ് ഗായ്സ്, അപ്പം ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിലേക്ക്. എൻ്റെ സിസ്റ്ററാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. പാവം, ഞാനാണ് കേട്ടോ ഓടിക്കുന്നത്. വെയിലായതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നത്. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കൂടി അങ്ങനെ കയറി അങ്ങ് പോകുന്നു. ഓഫീസിലെത്തി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ ഓഫീസ്. ഇത് കണ്ടോ ഗായ്സ്, ഞങ്ങളുടെ ഒരു പുതിയ ഓഫീസിലൊരു പുതിയ അതിഥി കണ്ടോ. ഇത് ഞങ്ങളുടെ ഓഫീസാണ്. ഒരു വീടിനെയാണ് ഓഫീസാക്കി എടുത്തേക്കുന്നത്. ഇത് വന്ന് കയറി വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സോഫ സെറ്റിങ്സാണ്, ലൈക്ക് ഗസ്റ്റിനൊക്കെ ആയിട്ടുള്ളത്. ബുദ്ധ ഭയങ്കര ഫേവറേറ്റ് ആണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഒരു മീറ്റിംഗ് ഹാളാണ്. എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ആയിട്ടിടണം കേട്ടോ. എല്ലാ സെറ്റപ്സും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആംബിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഓഫീസ്. കാരണം ആൻഡ് ഓരോ ഇതിനും അത്ര പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഒരു വർക്ക് ഉണ്ട്. അപ്പം അതിൻ്റെ റെൻ്റൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഗോഡൗണിലാണ്. വെഡ്ഡിങ്സിന് നമ്മുടെ കയ്യിലില്ലാത്ത പ്രോപ്സൊക്കെ നമ്മൾ റെൻ്റൽ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊരു ഗോഡൗൺ ആണ്. സോ പൊടിയും അഴുക്കും അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തതിൻ്റേതായിട്ടുള്ള ലുക്കൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. ഇതിൽ ഓരോ ഐറ്റംസും ഓരോ ഡെക്കോർ ഓരോ ഇവൻറ്റ് വരുമ്പോഴാണ് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം. ഇത് ജസ്റ്റ് ഗോഡൗൺ, ജസ്റ്റ് ഒന്ന് എല്ലാ സാധനങ്ങളും ഡംപ് ചെയ്യുന്നു എന്ന് മാത്രമേ. വെഡ്ഡിങ് പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാക്സിമം എത്ര നീറ്റായിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കുറേ റെൻ്റൽസൊക്കെ വന്ന് നോക്കിയിട്ട് നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്യും. പൊതുവെ അങ്ങനെയാണ്. ഓൾറെഡി നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുമെങ്കിലും നമ്മൾ ആ സാധനം നേരിട്ട് വന്ന് കണ്ടിട്ടാണ് നമ്മൾ പിന്നെ ഓക്കെ ആക്കുന്നത്, ഫൈനൽ ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് സെക്കൻഡ് സ്പോട്ടിൽ വന്നേക്കാണ്. നോക്കാം. ഇതൊക്കെ ഞങ്ങളുടെ തന്നെ ഡിഫറെൻറ്റ് ഗോഡൗൺസാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരുപാട് നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഐറ്റംസ് പഴയ ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കും, ഏതാ വേണ്ട എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. ഓരോ വർക്ക് എന്ന് പറയുന്നത് ഓരോ തീം അനുസരിച്ചിട്ടാണ്. എല്ലാം ക്ലയൻറ്റിൻ്റെയും പിന്നെ ഞങ്ങളുടെ മേലധികാരിയുടെയും ഒരു ഡിസൈൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് അത് പെർഫെക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടത് കുറേ വേറെ ഐറ്റംസാണ്. ഇതൊക്കെ കുറേ ബ്രാസ് പ്രോപ്സാണ്. നമുക്ക് ഡെക്കോറിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാനാണ്. വീഡിയോ അത്ര ക്ലിയർ അല്ല. പക്ഷേ എന്നെ കൊണ്ടാവുന്നത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഇതൊക്കെയാണ് വർക്ക്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ. ഇതിവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ വീട് ഫുള്ള് ചെടികളാട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഡെക്കോറിന് യൂസ് ചെയ്യുന്നതാണ്. എല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഉച്ചയായി, ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ അടുത്ത പാക്കിങ്സാണ്, അടുത്ത വെഡ്ഡിങ്ങിനുള്ളത്. വെരി സൂൺ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഞങ്ങൾക്കുള്ള ക്യാബിൻ. ഞാൻ ഈ കറങ്ങുന്ന ചെയറിൽ ഇരുന്ന് കറങ്ങാൻ പോവുകയാണ്. കേട്ട എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങളുടെ ക്യാബിൻ. ഇവിടെയാണ് ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ഡേ അതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങി, നല്ല മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങൾ അകത്തായതുകൊണ്ട് അറിഞ്ഞില്ല. അപ്പോൾ ഇനി പോവാണ് വീട്ടിലേക്ക്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓഫീസിലെ ഡേ. അതായത് ഓഫീസിൽ പോകുമ്പം ഉണ്ടാകുന്ന എൻ്റെ ഒരു ഡേ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കിരൺ റോക്സ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ടു.